പ്രിയമുള്ളവരെ, പുതിയൊരു ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുന്നു. ഈ ഞായറാഴ്ചയിൽ പ്രത്യേകമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാനാണ്. എപ്രകാരമാണ് നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത് മനസ്സിലാക്കുന്നത്. അമ്മയുടെ ഉദരത്തിൽ ജനിച്ചു, ഓരോ കാലഘട്ടത്തിലും അതിൻ്റെ പ്രത്യേകതകൾ വന്നു, നാം അറിയാതെ തന്നെ വളർന്നു, നാം ഇത്രത്തോളമായി. ഇതെല്ലാം കൃപകളാണ് ദൈവം ചൊരിഞ്ഞു തന്നത്. നാം ഉറങ്ങിയും ഉണർന്നും എഴുന്നേറ്റും അധ്വാനിച്ചും അധ്വാനിക്കാതെയും കൂടെ തന്നവരോടൊപ്പം ജീവിച്ചും സ്നേഹിച്ചും സ്നേഹിക്കാതിരുന്നും പിണങ്ങിയും വഴക്കിട്ടുമൊക്കെ മുന്നോട്ട് പോയി. എന്നാൽ നാം അറിയാതെ തന്നെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ട് ഓരോ നിമിഷവും നമ്മെ ദൈവം നയിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുവാൻ. ഇത് തന്നെയാണ് ഇന്നത്തെ വായനയിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമുക്ക് പറയാൻ സാധിക്കണം, കർത്താവേ, അങ്ങയുടെ നാമത്തിന് സ്തുതി. ഞാൻ അറിയാതെ തന്നെ എൻ്റെ ജീവിതത്തെ കൂടുതലായി അങ്ങേറ്റെടുത്തുകൊണ്ട് നയിച്ചതിനെ ഓർത്ത്, ശക്തിപ്പെടുത്തിയതിനെ ഓർത്ത്, അങ്ങയുടെ കൃപകൾ നൽകിയതിനെ ഓർത്ത് ദൈവമേ, അങ്ങേക്ക് സ്തുതിയും ആരാധനയും മഹത്വവും. ഇത് പ്രത്യേകിച്ചും നമ്മെ ഓരോരുത്തരെയും രണ്ട് ഉപമയിലൂടെ കർത്താവ് നയിക്കുകയാണ്. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഉപമകളാണ്, വിത്തിൻ്റെയും കടുകുമണിയുടെയും. ഒരു വിത്ത് വിതച്ചു, അത് പൊട്ടിമുളച്ച് കതിരായി, ധാന്യമണികൾ വന്നു, ഫലം ചൂടി, അത് കൊയ്തെടുക്കുന്ന ഫലത്തിലേക്കായി. അതുപോലെ തന്നെ ഏറ്റവും ചെറിയൊരു വിത്ത് നട്ട് അതൊരു വലിയ വൃക്ഷമായി അനേകം പേർക്ക് ചേക്കേറുവാൻ സാധിക്കുന്ന വിധത്തിലുള്ള വടവൃക്ഷമായിട്ട് മാറുകയും പലരും അതിൽ അഭയം തേടുകയും ചെയ്തു. പക്ഷികൾ അഭയം തേടി അങ്ങനെ അതൊരു തണൽ കൂടായിട്ട് മാറി. നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ ഒരു സമ്മാനമാണെന്നും ദൈവത്തിൻ്റെ കൃപയുടെ ഒരു അടയാളമാണെന്നും ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണമെന്ന് ഇന്നത്തെ വചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുക. കർത്താവ് പറയുകയാണ്, നീ ദുഷ്ടനായാലും ശിക്ഷനായാലും നിന്നെ സംരക്ഷിക്കുന്ന ഒരു ദൈവമാണ് ഞാൻ. നിൻ്റെ കാര്യങ്ങളിലെല്ലാം ശ്രദ്ധാലുവായ ദൈവം. ആ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ നിന്നെ സമർപ്പിക്കുവാനും നന്ദിയോടെ നിൻ്റെ ജീവിതത്തെ നോക്കിക്കാണുവാനും നിൻ്റെ സൃഷ്ടാവായ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനും നിനക്ക് കഴിയാം. അപ്പോഴാണ് ദൈവകൃപയുടെ അടയാളമായി നീ മാറുക. കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നമ്മുടെ കഴിവുകളെ ഓർത്തുള്ള ഒരു അഹങ്കാരമല്ല, നമുക്കുള്ളതിനെക്കുറിച്ചുള്ള ഒരു അഭിമാനം പറച്ചിലല്ല നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ദൈവം തന്നതാണെന്നും അധ്വാനിക്കാനുള്ള കഴിവാണെങ്കിലും മറ്റു വിവിധ തലത്തിലുള്ള കഴിവുകളാണെങ്കിലും ആരോഗ്യമാണെങ്കിലും ദൈവം നൽകിയതാണെന്നുള്ള ഉത്തമമായിട്ടുള്ളൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ദൈവമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പൂർണ്ണത നൽകുന്നത്. കാരണം അവൻ പരിപൂർണനാണ്. അവൻ്റെ ജീവിതത്തിൽ ഒരു അപൂർണതയുമില്ല. നമ്മളെ ഓരോരുത്തരെയും പൂർണ്ണമാക്കുവാൻ വേണ്ടിയിട്ടാണ് അവിടുന്ന് ഈ ലോകത്തിലേക്ക് വന്നതെന്നുള്ള ബോധ്യം നമുക്കുണ്ട്. വിത്ത് വലുതായാലും ചെറുതായാലും അത് പൊട്ടിമുളച്ച് വലുതാക്കുന്നതും ചെറുതാക്കുന്നതും ദൈവമാണ്. ആ ദൈവത്തിൻ്റെ കരവേലയെക്കുറിച്ച് ഓർക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇസ്രയേൽക്കാരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുന്ന തുടക്കമായിരുന്നു അവരുടെ ജീവിതത്തിൽ. എന്നാൽ എത്രത്തോളം അവരെ ഓരോരുത്തരെയും ദൈവം സംരക്ഷിക്കുകയും പരിപാലിക്കുകയും വളർത്തുകയും ചെയ്തു എന്ന് കാനാൻ ദേശത്തെത്തുന്നവരെ ഭക്ഷണത്തിലും പാനീയത്തിലും രാത്രിയിലും പകലും യുദ്ധത്തിലും അല്ലാതെയും ഒക്കെ അവരെ സംരക്ഷിച്ച ഒരു ദൈവം. ആ ദൈവിക സാന്നിധ്യം അവർ തിരിച്ചറിയാതെ പോയതിനെക്കുറിച്ച് കർത്താവിന് അസ്വസ്ഥതയുണ്ട്. അതാണ് കർത്താവ് ഇന്ന് പ്രത്യേകമായിട്ട് നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രതീക്ഷകളൊക്കെ കർത്താവിൽ സമർപ്പിക്കുക. നിസ്സാരമായൊരു കടുകുമണിയേക്കാളും എത്രയോ ചെറുതാണ് നാമെന്ന് ഓർക്കണം. ദൈവരാജ്യം വളർത്തുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. എത്ര ചെറുതായാലും വലുതായാലും ദൈവം തന്ന കൃപകളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും ദൈവം തന്ന ദാനങ്ങളുടെ ഒരു അടയാളമാണ് നാമെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ പറയുവാനും നമുക്ക് സാധിക്കണം. അങ്ങനെ ആ ദൈവസ്നേഹം പകർന്നു കൊടുക്കുകയും ആ സ്നേഹം നമ്മിലൂടെ മറ്റുള്ളവർ അനുഭവിക്കുവാനും സാധിക്കണം. അതാണ് ഇന്ന് പ്രത്യേകമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുക.
ദേവദാരുവായാലും നെൽക്കതിരായാലും ഏതൊരു ചെറിയ വൃക്ഷമായാലും ഒരു പുൽക്കുടിയാണല്ലോ. ദൈവമാണ് അതിനെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നുള്ള ഒരു ബോധ്യത്തിലേക്കാണ് നമ്മെ ഇന്ന് വിളിക്കുക. ഇന്ന് വളരുന്നതും നാളെ തീയിലെറിയപ്പെടുന്നതുമായ പുൽക്കൊടിക്ക് തുല്യമാണ് നമ്മുടെ ജീവിതം. എന്നാൽ അത് മനോഹരമാക്കുന്നതും സംരക്ഷിക്കുന്നതും നിത്യമായ ജീവിതത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ദൈവമാണെന്നുള്ള ബോധ്യത്തിൽ നമ്മുടെ ജീവിതത്തെ നയിക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പുതിയ ഒരു ഞായറാഴ്ച ദൈവകൃപയുടെ ഞായറാഴ്ചയായി തീരുവാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ വന്ന് നിങ്ങളെ അവിടെ നിന്ന് സംരക്ഷിക്കുകയും പരിപാലിക്കുകയും നയിക്കുകയും ചെയ്യട്ടെ. ആമേൻ.